നമ്മൾ നോക്കാൻ പോകുന്നത് ആ കമ്പോണൻസിന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ കാണുന്ന കമ്പോണന്റ് എന്താണെന്ന് പറയോ? ഈ മൗസ് കർസർ നിൽക്കുന്നത് ബോർഡിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്വിച്ചിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പോണന്റ് ആണ് മോസ്ഫെറ്റ്. പിന്നെ അടുത്തുള്ളത് ഇൻഡക്ടർ. ഈ പി എൽ എന്ന് മെൻഷൻ ചെയ്തേക്കുന്നത് ഇൻഡക്ടർ അഥവാ കോയില്. ഈ പി ആർ എന്ന് എഴുതിയിരിക്കുന്ന ഈ 121 എന്താണെന്നറിയോ? PR121 റെസിസ്റ്റർ. ഇത് നമ്മുടെ കറണ്ട് സെൻസിങ് ആണോ സാർ? അതെ, കറണ്ട് സെൻസിങ് റെസിസ്റ്റർ ആണ്. PR121 എന്ന് മെൻഷൻ ചെയ്തേക്കുന്നതാണ് ഇതിന്റെ കറണ്ട് സെൻസിങ് റെസിസ്റ്റർ. ഒരു ബോർഡിൽ നമുക്ക് 2 കറണ്ട് സെൻസിങ് റെസിസ്റ്റർ വരും ചില കേസിൽ. പുതിയ ബോർഡിലൊക്കെ ചില ബോർഡിൽ ഒന്നേ കാണത്തുള്ളൂ. ഇതിൽ 2 ഉണ്ട്. PR102 ഒരെണ്ണം കിടക്കുന്നുണ്ടോ? ഓക്കെ, ഒന്ന് നമ്മുടെ ഡയറക്റ്റ് AC ലൈൻ ഇന്നിൽ, അതായത് DC ലൈൻ ഇന്നിൽ ഒരെണ്ണം വരുന്നു. ഒന്ന് നമ്മുടെ ചാർജിങ് സെക്ഷനിന്റെ ഔട്ട്പുട്ടിൽ ഒരെണ്ണം വരും. ഈ കാണുന്ന 2 നമ്മുടെ എന്ത് കപ്പാസിറ്ററാ? പോളറൈസ്ഡ് കപ്പാസിറ്റർ. ഈ കാണുന്ന 330 എന്നുള്ള കപ്പാസിറ്റർ, ഇതും പോളറൈസ്ഡ് കപ്പാസിറ്റർ ആണ്. ഇത് ടൈറ്റാനിയം കപ്പാസിറ്റർ ആണ്, ടൈറ്റാനിയം. പിന്നെ ഈ കാണുന്ന PQ704 മോസ്ഫെറ്റ്. ഓക്കെ, ഇത് ബെഡ് ടൈപ്പ് മോസ്ഫെറ്റ് ആണ്. നമ്മുടെ നോർമൽ മോസ്ഫെറ്റ് കാണുന്നത് ഇതാണ്, അല്ലേ? PQ101 എന്നുള്ളതാണ് നമ്മുടെ നോർമൽ മോസ്ഫെറ്റ്. പിന്നെ ബെഡ് ടൈപ്പ്. ഇപ്പൊ ഈ നോർമൽ മോസ്ഫെറ്റ് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ലാത്തവരൊന്ന് വ്യക്തമായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കിക്കോ. PQ101 എന്നുള്ളതാണ് നമ്മുടെ നോർമൽ 8 ലെഗ് മോസ്ഫെറ്റ്. ഈ കാണുന്നത് നമ്മുടെ ബെഡ് ടൈപ്പ് മോസ്ഫെറ്റ്. കാണുന്നതാണ് ഈ ഐവറി കളറിൽ കാണുന്നതാണ് നമ്മുടെ നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ്. പിന്നെ നമ്മുടെ ഈ കാണുന്നത് റെസിസ്റ്റർ ആണ്. ഈ കാണുന്ന റെസിസ്റ്റർ ആണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ബ്ലാക്ക് കളറിൽ കാണുന്നതും റെസിസ്റ്റർ ആണ്. ഇതിൽ കപ്പാസിറ്റർ നമുക്ക് എപ്പോഴും ഒരു സൈഡ് ഗ്രൗണ്ട് ആയിരിക്കും, അതിന്റെ ഒരു സൈഡിൽ മാത്രമേ പവർ വരത്തുള്ളൂ. അതേസമയം റെസിസ്റ്റർ ആണെങ്കിൽ അത് നമ്മൾ 2 സൈഡിലും ഇൻപുട്ടും വരും, അതിന്റെ ഔട്ട്പുട്ടും വരും. ആ റെസിസ്റ്ററിന്റെ അത് ഗ്രൗണ്ട് ചെയ്യുന്നത് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടിൽ മാത്രമേ റെസിസ്റ്റർ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിടാറുള്ളൂ. ഈ കാണുന്നതാണ് ഇതിന്റെ പ്രോസസർ. ഇത് നമ്മളെ ഡെല്ലിന്റെ 3521 മദർ ബോർഡ് ആണ് ഈ എടുത്തു വെച്ചേക്കുന്നത്. ഡെല്ലിന്റെ 3521 മദർ ബോർഡ് ആണ്. ഇതിന്റെ പാർട്ട് നമ്പർ വരുന്നത് LA-9104P ആണ്. ഇതിന്റെ പ്രോസസർ ആണ് ഈ കാണുന്നത്. പ്രോസസർ അഥവാ SOC ചിപ്പാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ഇതിന്റെ PCH. ഓക്കെ, ഈ YH2 എന്ന് കാണുന്നത് എന്താണ്? ഇതിന്റെ ക്രിസ്റ്റല്, PCHന്റെ ക്രിസ്റ്റലാണ്. LH1 എന്ന് മെൻഷൻ ചെയ്തേക്കുണ്ടോ? LH1 ഇൻഡക്ടർ ആണ്, കോയിലാണ്. അല്ലേ? ഈ JP13 എന്ന് എഴുതിയേക്കുന്നുണ്ടോ? JP മദർ ബോർഡിലെ ജമ്പർ ആണ്, ജമ്പറുകൾ. അതായത് സെയിം വോൾട്ടിനെ അപ്പുറത്തേക്ക് ജമ്പ് ചെയ്യിക്കാനുള്ള ജമ്പർ ആണ്. അതായത് ഇപ്പൊ ഈ ജമ്പറിന്റെ ഇൻപുട്ടിലൊരു 1 വോൾട്ട് ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ടിലും ആ 1 വോൾട്ട് തന്നെ വേണം. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ അവിടെ ജമ്പർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ 3 വോൾട്ട് സെക്ഷനിലാണെങ്കിൽ ജമ്പർ ഉപയോഗിക്കുന്നത് ആ സെയിം വോൾട്ടിനെ ജമ്പ് ചെയ്യിച്ച് അടുത്ത സർക്യൂട്ടിലേക്ക്, അടുത്ത ലൈനിലേക്ക് കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ജമ്പർ ഉപയോഗിക്കുന്നത്. ജമ്പറിനെ മെൻഷൻ ചെയ്യുന്നത് JP എന്നായിരിക്കും. ഒന്ന് നോട്ട് ചെയ്തിട്ടോ, ജമ്പർ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് വരുന്നത് എന്താ? PU മെൻഷൻ ചെയ്യുന്നത് IC ഇന്റർഗേറ്റ് സർക്യൂട്ട്. IC ആണ് നമ്മൾ PU എന്ന് മെൻഷൻ ചെയ്യുന്നത്. അഥവാ PU എന്ന് മെൻഷൻ ചെയ്യുന്നത് IC-കളെ. പിന്നെ PD വരുന്നത് ഡയോഡ്. കാരണം ഇവിടെ PD200, ഇവിടെ ഡയോഡ് കിടപ്പില്ല, റിമൂവ് ചെയ്തേക്കുന്നതാണ്. അടുത്ത ഈ കാണുന്നതാണല്ലോ PQ201 എന്നുള്ളത്. ഈ കാണുന്നത് ട്രാൻസിസ്റ്റർ അഥവാ മോസ്ഫെറ്റ്. ഏറ്റവും കൂടുതൽ ട്രാൻസിസ്റ്റർ ആയിരിക്കും വരുന്നത്. DA10 ഇതെന്താ വരുന്നത്? ഡയോഡ് തന്നെയാണ്. അതായത് 3 ലെഗുള്ള ഡയോഡ്. പിന്നെ കണക്ടേഴ്സ് ഒക്കെ അറിയാലോ. ഈ കാണുന്നത് നമ്മുടെ ഓഡിയോ ജാക്ക് ആണ്. അടുത്തത് USB. ഇല്ല, USB മെൻഷൻ ചെയ്തേക്കാണല്ലേ, JUSB. ഇത് വരുന്നത് കാർഡ് റീഡർ. ഓക്കെ, പിന്നെ നമ്മുടെ CMOSന്റെ സോക്കറ്റ്. ഈ കാണുന്നത് HDMI, LAN, USB, ഓഡിയോ ജാക്ക്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഹാർഡ് ഡിസ്കിന്റെ കണക്ടർ. മദർ ബോർഡിലെ ഹാർഡ് ഡിസ്കിന്റെ കണക്ടറാണ് ഈ കാണുന്നത്. JHDD എന്ന് മെൻഷൻ ചെയ്തേക്കുന്നത് ഹാർഡ് ഡിസ്കിന്റെ കണക്ടർ. ഓക്കെ, ഇത് കീബോർഡ് കണക്ടർ JKB. കീബോർഡിന്റെ കണക്ടറിനെയാണ് മെൻഷൻ ചെയ്യുന്നത് JKB എന്നുള്ളത്. ഓക്കെ, കമ്പൗണ്ട് എങ്ങനെ ടെസ്റ്റ് ചെയ്തെന്ന് നോക്കാം. അത് നമുക്ക് നോർമലി കപ്പാസിറ്റർ നോക്കാം. അതായത് നമ്മുടെ സിറാമിക് കപ്പാസിറ്റർ. ഈ കാണുന്നത് നമ്മുടെ സിറാമിക് കപ്പാസിറ്റർ.
കപ്പാസിറ്റർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് മോഡലാണ് വേണ്ടത്? ഡയോഡ് മോഡിലിട്ട് ടെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ബസർ മോഡിലിട്ട് ടെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ഓംസിന്റെ മോഡലിട്ട് കപ്പാസിറ്ററിന്റെ വാല്യൂ നോക്കാം. അതായത് കപ്പാസിറ്റർ ഷോർട്ട് ആണോ എന്ന് മാത്രം. അതിന്റെ വാല്യൂ കറക്റ്റ് എടുക്കാനല്ല, MF എടുക്കാനായിട്ടല്ല, മൈക്രോ ഫാരഡ് എടുക്കാനായിട്ടല്ല, അല്ലാതെ. ഓക്കെ, അതായത് ഇപ്പൊ കപ്പാസിറ്ററിന്റെ വാല്യൂ കാണിക്കുന്നുണ്ടല്ലോ, 0214 എന്നാണ് ഈ സിറാമിക് കപ്പാസിറ്റർ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ കാണിക്കുന്നത്. ഓക്കെ, ഷോർട്ട് ആണെങ്കിൽ, കപ്പാസിറ്റർ ഷോർട്ട് ആണെങ്കിൽ ഇതുപോലെ ഇപ്പൊ ഈ കാണിക്കുന്ന വാല്യൂ കാണിക്കത്തില്ല, പകരം 000 അല്ലെങ്കിൽ 00.3 ആ റേഞ്ച് ഒക്കെ വരും. അതായത് 0.5 താഴേക്ക് പോന്നാല് ആ സെക്ഷനിൽ ലീക്കേജ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. 0.0005 താഴെ വന്നാല്. ഓക്കെ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമ്മൾ NDC ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 0.0005 താഴെ പോന്നാല് NDC ലീക്കാന്ന് പറഞ്ഞു, അതായത് പ്രോപ്പർ വർക്കിംഗ് അല്ല നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ ഈ സെക്ഷനിൽ ഷോർട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുക എന്താ, ലീക്കേജ് ഉണ്ടെങ്കിൽ ഈ വാല്യൂ വരുന്നത് 0.05 താഴെ ആണെങ്കിൽ 7 to, അതായത് 7 താഴെ ആണെങ്കിൽ ലീക്ക് എന്ന് പറയാം. 5 താഴെ ആണെങ്കിലും നല്ല ലീക്കാണ്. 7 താഴെ ആണെങ്കിൽ 7, അതായത് 6.5 ആ റേഞ്ച് ഒക്കെ വരുന്നെങ്കിൽ ചെറിയ ലീക്കേജ് ആണ്. ഇപ്പൊ 5 താഴെ വന്നാല് ഈ സെക്ഷനിൽ നല്ല ലീക്കേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ കപ്പാസിറ്റർ ഷോർട്ട് ആകുമ്പോ എന്താ സംഭവിക്കുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഈ കപ്പാസിറ്ററിന്റെ ഈ സൈഡിൽ ഒരു വോൾട്ട് ഉണ്ടായിരിക്കും, ചിലപ്പോൾ 19 വോൾട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ 5 വോൾട്ട് ആയിരിക്കാം. ഒരു വോൾട്ട് ഈ കപ്പാസിറ്ററിന്റെ ഒരു സൈഡിലുണ്ടായിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താ? ഗ്രൗണ്ട് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഈ കപ്പാസിറ്റർ ഷോർട്ട് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഗ്രൗണ്ടുമായിട്ട് നമ്മുടെ സപ്ലൈ ലൈൻ, അതായത് ഇപ്പൊ ഈ 3 വോൾട്ട് ആണേലോ 5 വോൾട്ട് ആണേലോ 19 വോൾട്ട് ആണേലോ ഏത് വോൾട്ട് ആണേലും ഈ ലൈൻ ഈ കപ്പാസിറ്റർ ഷോർട്ട് ആയി കഴിയുമ്പോൾ ഇത് ഗ്രൗണ്ട് ചെയ്ത് പോകും. കപ്പാസിറ്റർ ഗ്രൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? നോർമലി ഫുള്ള് ഷോർട്ട് ആവും. അപ്പോഴത്തേക്ക് നമ്മുടെ ബോർഡ് വർക്കിംഗ് കണ്ടീഷനിൽ നിന്നും നേരെ ഡെഡ് കണ്ടീഷനിലേക്ക് പോകും. സിറാമിക് കപ്പാസിറ്ററിന്റെ ഒരു സൈഡിൽ സപ്ലൈ വോൾട്ട് ആയിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് ഗ്രൗണ്ട് ആയിരിക്കും. അതായത് ഈ കപ്പാസിറ്റർ ആണ് നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പൊ ഈ കപ്പാസിറ്റർ ഷോർട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ടുമായിട്ട് നമ്മുടെ സപ്ലൈ ലൈൻ VCC ലൈൻ ആണല്ലോ, സപ്ലൈ വരുന്ന ഏത് ലൈൻ ആണെങ്കിലും ഗ്രൗണ്ടുമായിട്ട് കണക്ഷൻ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ ലൈൻ അവിടെ ഡ്രോപ്പ് ആവും. അപ്പോഴത്തേക്ക് ഒന്നെങ്കിൽ നമ്മുടെ ഫസ്റ്റ് മോസ്ഫെറ്റ് സ്വിച്ച് ചെയ്യാതെ വരും, അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ ഷോർട്ടിംഗ് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് മോസ്ഫെറ്റ് സ്വിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ DC പവർ സപ്ലൈയിലൊക്കെ കുത്തുകയാണെങ്കിൽ എന്താ പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോകും. ഇപ്പോൾ ഡെല്ലിന്റെ ഒക്കെ ലാപ്പ് നമ്മൾ അഡാപ്റ്റർ പ്ലഗ് ചെയ്യുമ്പോഴത്തേക്ക് ഷോർട്ടുള്ള ലാപ്പാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എന്താ, അഡാപ്റ്ററിലെ ലൈറ്റ്, അഡാപ്റ്ററിൽ ഒരു ഗ്രീൻ ലൈറ്റ് കാണുമല്ലോ ഡെല്ലിന്റെ അഡാപ്റ്ററിലൊക്കെ, ആ ലൈറ്റ് അങ്ങ് ഓഫ് ആയി പോകും. കാര്യം നമ്മൾ അഡാപ്റ്ററിനകത്ത് വരുന്ന പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ആക്ടിവേറ്റ് ആയിക്കൊണ്ട് നമ്മുടെ ബോർഡിലെ ബാക്കി കമ്പോണന്റ് ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി ആ സർക്യൂട്ട് അവിടുന്ന് പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെയാണ് കൂടുതലായിട്ട് നമ്മൾ ഈ സിറാമിക് കപ്പാസിറ്റേഴ്സ് പോകുന്നത് നമ്മുടെ VCC ലൈനിലോ 19 വോൾട്ട് ലൈനോ അല്ലെങ്കിൽ 5 വോൾട്ട് 3.3യുടെ ഔട്ട്പുട്ടിലേക്കാണ് ഈ കപ്പാസിറ്റേഴ്സ് ഒക്കെ ഡാമേജ് ആവുന്നത്. ഈ കാണുന്ന നമ്മുടെ പോളറൈസ്ഡ് കപ്പാസിറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഏതൊക്കെയാ ഡയോഡ് മോഡിൽ ചെക്ക് ചെയ്യാം. അതായത് ഇപ്പൊ ഇത് ലോ ഓംസ് ആണ് കാണിക്കുന്നത്, അതായത് 0.019 ഉള്ളൂ. അത് നമ്മൾ ഈ പ്രോസറിന്റെ സെക്ഷനിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ ലോ വാല്യൂ കാണിക്കുന്നത്. മീറ്റർ നമുക്ക് ജസ്റ്റ് ഓംസിലേക്ക് ആക്കി തരാം, ഓംസിലേക്ക് നോക്കിക്കോളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ മീറ്റർ ഓംസിലാണ് ഇട്ടേക്കുന്നത്. ഇപ്പൊ ഇപ്പം എന്താ ഓംസ്, അതായത് നമ്മുടെ ഓട്ടോ റേഞ്ച് മീറ്റർ ചേഞ്ച് ആകുന്നുണ്ടല്ലോ ഓംസ്. അതായത് നമ്മൾ ജസ്റ്റ് ഇപ്പം പ്രോബ് പുറത്തെടുത്തു, അപ്പോഴത്തേക്കും നമ്മുടെ മീറ്റർ കിടക്കുന്നത് ഇപ്പൊ മെഗാ ഓംസിലാണ് മീറ്റർ കിടക്കുന്നത്. ക്ലിയർ ആണല്ലോ? അല്ലേ, മെഗാ ഓംസിലാണ് ഇപ്പൊ നമ്മുടെ മീറ്റർ കിടക്കുന്നത്. നമ്മൾ ജസ്റ്റ് മീറ്റർ എങ്ങോട്ട് ഇട്ടേക്കുന്നത്? ഓംസ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് മാത്രമേ നമ്മൾ മീറ്റർ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, നമ്മളിപ്പോ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് പ്രോബ് കണക്ട് ചെയ്തു, അല്ലേ, അവിടെ ചേഞ്ച് ആകുന്നുണ്ടല്ലേ, മെഗാ ഓംസ് മാറി കിലോ ഓംസ് ആയി, വെറും ഓംസ് ആയി മാറി. 37 ഓംസ്, അതായത് 37 ആണ് ഇതിന്റെ ഇമ്പിഡൻസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇമ്പിഡൻസ് ആണ് ചോദിച്ചായിരുന്നല്ലോ, ഇതിന്റെ ഇമ്പിഡൻസ് വാല്യൂ. ഓക്കെ, ഇമ്പിഡൻസ് വാല്യൂ വരുന്നതിന്റെ എത്രയാ? 37. അതായത് നമ്മൾ ഓംസിലിട്ട് ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. 37 ആണ് ഇതിന്റെ വാല്യൂ. അതായത് ഇത് ലോ വാല്യൂ ആണ്. ലോ വാല്യൂ വന്നേക്കുന്ന കാര്യം മറ്റൊന്നും കൊണ്ടല്ല, നമുക്കിവിടെ ഇതിന്റെ പ്രോസർ, അതിന്റെ ആ പ്രോസറിന്റെ സെക്ഷനിൽ കിടക്കുന്ന കപ്പാസിറ്റേഴ്സ് ആണ് അത്. ഓക്കെ, പ്രോസറിനകത്ത് എന്താ സംഭവിച്ചേക്കുന്നത്? പ്രോസറിനകത്ത്
ഒരു ഇന്റർഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. അപ്പൊ ഇന്റർഗ്രേറ്റഡ് സർക്യൂട്ട് കിടക്കുന്ന ഭാഗങ്ങളിൽ ലോ വാല്യൂ കാണിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? Okay. ഇനി അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ഏത് കപ്പാസിറ്ററാ? നമ്മുടെ കപ്പാസിറ്റൻസ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, പോളറൈസ്ഡ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ്. അതായത് ഓക്കെ, ഈ കപ്പാസിറ്ററിന്റെ വാല്യൂ ഉണ്ടല്ലോ 330 ആണ്. 6.3 വോൾട്ട്. അതായത് ഈ കപ്പാസിറ്ററിന്റെ മാക്സിമം വോൾട്ട് ആണ് 6.3 വോൾട്ട്. 6.3 വോൾട്ട് വരുന്ന കപ്പാസിറ്റർ നമുക്ക് എത്ര, അതായത് നമ്മുടെ ബോർഡിലെ സർക്യൂട്ട് കിടക്കുമ്പോൾ ചിലപ്പോൾ 5 വോൾട്ട് വരെ ഇവിടെ വരത്തുള്ളൂ. ഈ കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് ലൈനിൽ 5 വോൾട്ട് വരെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ 6.3യുടെ കപ്പാസിറ്റർ ആഡ് ചെയ്തേക്കുന്നത്, 6.3 വോൾട്ടിന്റെ കപ്പാസിറ്റർ ആഡ് ചെയ്തേക്കുന്നത്. അതേസമയം നമ്മൾ ഈ 5 വോൾട്ട് വരുന്ന സാധനത്ത് ഒരു 4 വോൾട്ടിന്റെ കപ്പാസിറ്റർ ആഡ് ചെയ്തെന്ന് സംഭവിക്കുന്നത്, ഈ കപ്പാസിറ്റർ ഡാമേജ് ആവും. വെച്ചാല് അതിനകത്ത് അതിന് താങ്ങാൻ പറ്റുന്ന വോൾട്ടിനെ കഴിഞ്ഞും കുറവാണ്. അതായത് അത് ലൈനിൽ വരുന്ന വോൾട്ട് കൂടുതലും ആ കപ്പാസിറ്ററിന് താങ്ങാൻ വരുന്ന വോൾട്ട് അതിൽ കുറവുമാണ്. അതായത് 5 വോൾട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇടുന്ന കപ്പാസിറ്റർ 4 വോൾട്ട് ആണ്. അപ്പോഴത്തേക്ക് എന്താ, 1 വോൾട്ട് എക്സ്ട്രാ ആണ്. അപ്പൊ ഈ കപ്പാസിറ്ററിന് താങ്ങാൻ പറ്റത്തില്ല. ഈ കപ്പാസിറ്റർ ഹീറ്റ് ആകാൻ തുടങ്ങും. കപ്പാസിറ്റർ ഹീറ്റ് ആയിട്ട് ഇത് ഒന്നെങ്കിൽ ലീക്കേജ് ആയി പോവും, അല്ലെങ്കിൽ ഇത് ബ്ലാസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ MF ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ പോസിറ്റീവ് പ്രോബ് പോസിറ്റീവ് കൊടുക്കുന്നു, നെഗറ്റീവ് പ്രോബ് അതിന്റെ നെഗറ്റീവിലേക്കും ആഡ് ചെയ്യുന്നു. ഇതിന്റെ ലെഗ് വരുന്നത് ഈ രണ്ട് സൈഡിലാണ്, കണ്ടല്ലേ? ഓപ്പോസിറ്റിലെ ലെഗ് വരുന്നത്. ഈ സോൾഡറിങ് കണ്ടല്ലോ, ഇതൊരു പോയിന്റ്, ഇതിന്റെ പ്ലസും ഇതിന്റെ മൈനസും. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമുക്ക് അയൺ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഹീറ്റ് ഇളക്കിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് എടുക്കാന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കപ്പാസിറ്ററിന്റെ നമ്മൾ ട്യൂസറോ എന്തെങ്കിലും ജസ്റ്റ് ഇങ്ങനെ വെച്ചൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോഴേ കപ്പാസിറ്ററിന്റെ ലെഗ് പോകാതെ നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ രണ്ട് കോയിലുകളാണ് നമ്മുടെ സ്റ്റാൻഡ് ബൈ കോയിലുകൾ. സ്റ്റാൻഡ് ബൈ സെക്ഷനിൽ കിടക്കുന്ന കോയിലുകളാണ്. ഒന്ന് 5 വോൾട്ടിന്റെ ആണ്, ഒന്ന് 3.3 വോൾട്ടിന്റെ ആണ്. ഇതിന്റെ രണ്ടിന്റെയും കപ്പാസിറ്ററിന്റെ വാല്യൂ കാണാമോ? 6.3 വോൾട്ട് ആണ്, 330 മൈക്രോഫാരഡ് ആണ് ഇതിന്റെ വാല്യൂ കപ്പാസിറ്ററിന്റെ. ഓക്കെ, ഇപ്പൊ ഇത് സംഭവിക്കുന്നത് എന്താ, ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു കോയിലിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് 5 വോൾട്ട് കിട്ടി. PWM കൺട്രോളർ വഴിയാണ് നമ്മുടെ ഈ ബോർഡുകളെല്ലാം സ്വിച്ചിങ് നടക്കുന്നത്. ഈ കാണുന്ന നമ്മുടെ ഒരു IC, ഇത് നമ്മുടെ കോയില്. അപ്പൊ ഈ കോയിലിന് എന്തൊക്കെ കാണും? ഇവിടെ ഒരു കപ്പാസിറ്റർ കാണും. അതിന്റെ വാല്യൂ 6.3 വോൾട്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതിന് ഈ കപ്പാസിറ്ററിന്റെ ലൈൻ എങ്ങോട്ടായിരിക്കും കണക്ട് ആയിരിക്കുന്നത്? ഈ കോയില് ഇൻഡക്ടറിന്റെ ഇൻപുട്ട് ലൈനിലേക്ക്, അതായത് ഇതിന്റെ ഇൻപുട്ട് ലൈനിലേക്ക് വരും ഈ കപ്പാസിറ്ററിന്റെ കാല്. ഓക്കെ, പോസിറ്റീവ് ലീഡല്ലോ? പോസിറ്റീവ്. അതായത് നമ്മുടെ ഇൻഡക്ടർ പോസിറ്റീവ് ലീഡ് ഇൻഡക്ടറിന്റെ, ഇപ്പൊ ഇത് 5 വോൾട്ട് ആണ് കോയില്, 5 വോൾട്ട് കോയിലാണ്. അപ്പോഴത്തേക്ക് ഇതിന്റെ ഒരു കാലം ഏതാ? ഗ്രൗണ്ട് ആയിരിക്കും. ഈ കപ്പാസിറ്ററിന്റെ ഒരു കാല് ഈ കാണുന്നത് ഗ്രൗണ്ട്. ഇത് ഈ കപ്പാസിറ്ററിന്റെ അടുത്ത ലെഗ് എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ ഈ കോയിലിന്റെ ഇൻപുട്ടിലേക്ക്, അതായത് നമ്മുടെ ഈ IC-ക്കകത്ത് വന്ന് ഔട്ട്പുട്ട് ഇറങ്ങി വരുമല്ലോ. ഇത് സ്റ്റാൻഡ് ബൈ 5 വോൾട്ട് 3.3 വോൾട്ട് IC. ഓക്കെ, ജസ്റ്റ് റഫായിട്ട് പറഞ്ഞു വിടുന്നേ ഉള്ളൂ. ഇതിന്റെ എന്താ ഫംഗ്ഷൻ എന്ന് മാത്രം. PWM സ്വിച്ച് ചെയ്യുന്ന എങ്ങനാ? ഇപ്പൊ ഈ IC-ക്കകത്തുനിന്ന് ഒരു വോൾട്ട് നമ്മുടെ ഈ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. 5 വോൾട്ട് സെക്ഷനിലേക്കുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ എന്താ, ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്താണ് വരുന്നത്. പ്രോപ്പർ DC ലൈൻ അല്ല വരുന്നത്. ഇത് വ്യക്തമാണല്ലോ? അതായത് ഇത് 1, ഇതെന്താ സംഭവിക്കുന്നത്? 0, വീണ്ടും 1, വീണ്ടും 0, ഇവിടെ വീണ്ടും 1, ഇവിടെ വീണ്ടും 0 വരുന്നു. 1, അതായത് 0 നിന്ന് 1 ആയി, വീണ്ടും 0 ആയി, വീണ്ടും 1, 0, 1, 0. ഇങ്ങനെയാണ് ഇതിന് ഈ നമ്മുടെ IC-ക്കകത്ത് വരുന്ന ഔട്ട്പുട്ട് വരുന്നത്. നമ്മുടെ പ്രോപ്പർ പ്യുവർ DC ആണ് ഈ വരുന്നത്. ഈ പ്യുവർ DC നമുക്ക് ഈ IC-ക്കകത്ത് നിന്ന് ജനറേറ്റ് ചെയ്യത്തില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ 0 ആകുന്ന സമയത്തുണ്ടല്ലോ, അതായത് ഇവിടെ ഇപ്പൊ നമുക്ക് 3 വോൾട്ട് വന്നു, ഇത് 3 വോൾട്ട് ലൈനാണ്. ഓക്കെ, ഈ 0 ആകുമ്പോ എന്നാ സംഭവിക്കുന്നത്? ഇവിടെ ഇങ്ങോട്ടുള്ള സപ്ലൈ ഡ്രോപ്പ് ആയില്ലേ? അതായത് 0 ആകുന്ന സമയത്ത് ഈ സപ്ലൈ 0 ആയി. കാര്യം ഈ പ്രോപ്പർ ലൈനിലാണെങ്കിൽ നമുക്ക്
അനലോഗ് സിഗ്നൽ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും? പ്രോപ്പർ 3.3 വോൾട്ട് ആയിരിക്കും അനലോഗ് സിഗ്നലിൽ ഈ നമ്മുടെ ഐ സിക്കകത്ത് ജനറേറ്റ് ആകുന്നത്. ഓക്കെ, നമ്മുടെ ഐ സിക്കകത്ത് ഔട്ട്പുട്ട് വരുന്നത് ഒരു 3 വോൾട്ട് 0 വോൾട്ട് വന്നു, അത് ഫ്ലക്ച്വേറ്റ് ചെയ്ത് ഹൈറ്റ്, അതായത് നമ്മുടെ വേവ് ഫോം പൊങ്ങുമ്പോഴത്തേക്ക് ഇവിടെ എത്രയാ 3 വോൾട്ട് ആയി, വീണ്ടും താഴേക്ക് വന്നു 0 ആയി, വീണ്ടും മുകളിലേക്ക് കയറി 3 വോൾട്ട്, വീണ്ടും താഴെ വന്നു 0 3 0 3, ഇങ്ങനെ നമ്മുടെ വേവ് ഫോം പോകുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്? ഈ നമ്മുടെ ഇപ്പൊ ഈ പ്രോപ്പർ ലൈനിൽ ഈ 3 വോൾട്ട് ഇപ്പൊ ഇവിടെ ഡ്രോപ്പ് ആയി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ലാപ്പ് ഓഫ് ആയി പോകും. ഇപ്പൊ 3 വോൾട്ട് ലൈനാ, 3.3 വോൾട്ട് ലൈനിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് സപ്ലൈ ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പ്രിന്റ് ബ്രേക്ക് ആയെന്നിരിക്കട്ടെ, പ്രിന്റ് ബ്രേക്ക് ആകുമ്പോൾ എന്താ, നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആകത്തില്ല, ലാപ്പ് ഓഫ് ആയി പോകും. അപ്പോഴത്തേക്ക് ആ ഒരു ടൈമിൽ ഇവിടെ 0 ആകുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ കപ്പാസിറ്റർ, അതായത് നമ്മുടെ ഈ പോളറൈസ്ഡ് 3.3 അല്ല 3.3 ഇല്ല, നമ്മുടെ 6.3 വോൾട്ട് 330 MF കപ്പാസിറ്റർ എന്താ സംഭവിക്കുന്നത്? ഈ വോൾട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ 6.3 വോൾട്ടിനെ ഈ കപ്പാസിറ്ററിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഈ കപ്പാസിറ്ററിനകത്ത് ഈ വോൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ എന്താ, ഇവിടെ ഈ 0 ആകുന്ന സമയത്ത് ഇപ്പൊ ഈ വേവ് ഫോം നമ്മൾ ഹൈറ്റ് കയറി വീണ്ടും 0 വന്നു, വീണ്ടും പൊങ്ങി 0 ആകുന്ന സമയത്ത് നമ്മുടെ ഈ കപ്പാസിറ്ററിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന വോൾട്ട്, ആ വോൾട്ടിനെ നമ്മുടെ ഈ കോയിലിലേക്ക് ജനറേറ്റ് ചെയ്യും. കോയിലിന്റെ ഇൻപുട്ട് സെക്ഷനിലേക്ക് ഇൻപുട്ടിലേക്ക് ഈ വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ആകുന്ന സമയത്ത് ഈ വോൾട്ടിനെ നേരെ എന്താ ചെയ്യുന്നത്? ഈ കപ്പാസിറ്റർ ഇവിടുന്ന് ഡെലിവറി ചെയ്യും. ഓക്കെ, ഡൗട്ട് വല്ലതും ഉണ്ടോ അതിനകത്ത്? ഓക്കെ ഓക്കെ ആണ്. അപ്പോഴത്തേക്ക് അതിനാണ് നമ്മൾ ഈ 6.3 വോൾട്ട് 330 മൈക്രോഫാരഡ് കപ്പാസിറ്റർ നമ്മൾ ഈ ലൈനിൽ യൂസ് ചെയ്യുന്നത്. അതായത് PWM സ്വിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ ഈ PWM കൺട്രോളർ 0 വോൾട്ട് ആകുന്നത്, ഈ 0 വോൾട്ട് ആകുന്ന സമയത്ത് പെട്ടെന്ന് എന്താ നമ്മുടെ കപ്പാസിറ്റർ ഈ 3.3 വോൾട്ടിനെ ഇങ്ങോട്ട് ഈ കോയിലിലേക്ക് ഡെലിവറി ചെയ്യും. കാര്യം അപ്പൊ അങ്ങനെ ഡെലിവറി ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ലാപ്പിന്റെ ഫംഗ്ഷനിങ് നടക്കത്തില്ല. സ്വിച്ചിങ് ഇപ്പൊ പവർ സെക്ഷൻ ആണെങ്കിൽ പവർ സെക്ഷൻ സ്വിച്ച് ചെയ്യത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അതായത് അപ്പുറത്തെ സെക്ഷനില്ല, സസ്പെൻഡ് സെക്ഷനിലാണെങ്കിൽ സസ്പെൻഡ് സെക്ഷനിലെ ഔട്ട്പുട്ട് നമുക്കിപ്പോൾ 3.3 പ്രോപ്പർ ആയിട്ട് വേണ്ട സമയത്ത് ഈ വോൾട്ട് ജനറേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ വരുമ്പോഴത്തേക്ക് ലാമ്പ് ഡെഡ് കണ്ടീഷനിലേക്ക് പോകും. ഓക്കെ, പോളറൈസ്ഡ് കപ്പാസിറ്റർ, ഈ ടൈറ്റാനിയം കപ്പാസിറ്റർ, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് വോൾട്ടിനെ സ്റ്റോർ ചെയ്യാനായിട്ടാണ്. സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് പോളറൈസ്ഡ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്.